morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the Taylor series expansion of f of x is equal to 1 by x about x is equal to -1. ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം ടൈലർ സീരീസിന്റെ ഫോർമുല എഴുതാം. എന്താണ് ടൈലർ സീരീസിന്റെ ഫോർമുല? f of x is equal to f of x naught plus x minus x naught by 1 factorial f dash x naught plus x minus x naught whole square by 2 factorial f double dash x naught plus x minus x naught whole cube by 3 factorial f triple dash x naught plus etc. ഇതാണ് ഫോർമുല. ഈ ഫോർമുലയിലെ here given x naught is equal to എത്രയാണ് തന്നിരിക്കുന്നത്? -1 ആണ്. അപ്പോൾ നമ്മൾ f of x naught കണ്ടുപിടിക്കണം. f of x naught കണ്ടുപിടിക്കാനായിട്ട് f of x എന്ന ഫംഗ്ഷൻ x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? -1 കൊടുക്കണം. അപ്പോൾ ആൻസർ -1. അപ്പോൾ f of x naught ന്റെ വാല്യൂ. ഇനി നമ്മൾ f dash x കണ്ടുപിടിക്കണം. ഈ f of x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/x എന്നുള്ളത് x raised to -1 ആണ്. അപ്പോൾ -1 into x raised to -2, therefore -1/x square, therefore f dash -1 എന്ന് പറയുന്നത് എന്താണ്? -1/1 സ്ക്വയർ -1. അപ്പോൾ f dash x നോട്ടിന്റെ വാല്യൂ കിട്ടി. ഇനി f ഡബിൾ ഡാഷ് x കാണാം. f ഡബിൾ ഡാഷ് x എന്താണ്? -1 into -2 into x raised to -3 or 2 divided by x raised to 3. അപ്പോൾ f ഡബിൾ ഡാഷ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 divided by -1, that is -2. അപ്പോൾ f ഡബിൾ ഡാഷിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് അടുത്ത ആരെ കിട്ടണം? f ട്രിപ്പിൾ ഡാഷ് x കിട്ടണം. ട്രിപ്പിൾ ഡാഷ് x എന്ന് പറഞ്ഞാൽ എന്താണ്? -1 into -2 into -3 into x raised to -4, that is -6 by x raised to 4. അപ്പോൾ f ട്രിപ്പിൾ ഡാഷ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -6. അപ്പോൾ നമുക്ക് f of x നോട്ടിന്റെ വാല്യൂ കിട്ടി, f dash x നോട്ടിന്റെ വാല്യൂ കിട്ടി, f ഡബിൾ ഡാഷ് x നോട്ടിന്റെ വാല്യൂ കിട്ടി, f ട്രിപ്പിൾ ഡാഷ് x നോട്ടിന്റെ വാല്യൂ കിട്ടി. f of x നോട്ടിന്റെ വാല്യൂ എത്രയാണ്? -1. f ഡബിൾ ഡാഷ് f dash x നോട്ടിന്റെ വാല്യൂ, f dash -1 ന്റെ വാല്യൂ എത്രയാണ്? -1. f ഡബിൾ ഡാഷ് -1 ന്റെ വാല്യൂ എത്രയാണ്? -2. f ട്രിപ്പിൾ ഡാഷ് -1 ന്റെ വാല്യൂ എത്രയാണ്? -6. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f of x is equal to f of x നോട്ടിന്റെ വാല്യൂ -1 plus x minus x നോട്ടിന് പകരം -1 കൊടുക്കുമ്പോൾ -+1. അപ്പോൾ x plus 1 -1 plus x plus 1 by 1 factorial f dash x നോട്ട് എത്ര കിട്ടിയത്? -1 plus x plus 1 whole square by 2 factorial f double dash ന്റെ വാല്യൂ എത്ര കിട്ടിയത്? -2 plus x plus 1 whole cube divided by 3 factorial f triple dash എത്ര കിട്ടിയത്? -6 plus etc. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ that is equal to -1 minus x plus 1 by 1 factorial. 1 factorial എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി അടുത്ത കേസിൽ 2 ഫാക്ടോറിയലും 2 കൂടെ കട്ടായി പോകും. 2 ഫാക്ടോറിയൽ ഞാൻ 2 ആണ്, ആ 2 കട്ടായി പോയി കഴിയുമ്പോൾ ബാക്കി ഇവിടെ എന്താ? ഇവിടെ നമുക്ക് -x plus 1 whole square, x plus 1 whole square. അടുത്തത് 3 ഫാക്ടോറിയലും 6ഉം കട്ടായി പോകും. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പോൾ 6ഉം 3 ഫാക്ടോറിയലും കട്ടായി പോകും. ബാക്കി എന്തുണ്ട്? നമുക്ക് അവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ -x plus 1 whole cube minus etc. ഇതാണ് നമുക്ക് കിട്ടുന്ന ടൈലർ സീരീസ്. അവസാനം നമുക്ക് കിട്ടുന്ന ടൈലർ സീരീസ് എന്താണ്? -1 minus of x plus 1 minus of x plus 1 whole square minus of x plus 1 whole cube etc. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് എഴുതി? ടൈലർ സീരീസിന്റെ ഫോർമുല എഴുതി. ഫോർമുല ആദ്യം എഴുതാം. ഫോർമുലയ്ക്ക് ഒരു മാർക്ക് തരും കേട്ടോ. f of x is equal to f of x naught plus x minus x naught by 1 factorial f dash x naught plus x minus x naught whole square by 2 factorial f double dash x naught x minus x naught whole cube by 3 factorial f triple dash x naught. ഇതാണ് ഫോർമുല ആദ്യം എഴുതി വെക്കുക. ഫോർമുല എഴുതി വെച്ചു. ഫോർമുല എഴുതി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന x naught എന്നുള്ള പോയിന്റ് എന്താണ്? -1 ആണ്. x naught -1. ഇനി f of x naught, f of -1 കണ്ടുപിടിക്കുക. നമ്മുടെ ഫംഗ്ഷന്റെ x ന്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പോൾ 1 by -1 -1.
ഇനി അടുത്ത് നമ്മള് എക്സിന്റെ സ്ഥാനത്ത് ഈ എഫ് ഡാഷ് എക്സ് നോട്ട് കിട്ടണം. അപ്പൊ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 ഇൻറ്റു എക്സ് റേസ് ടു -2. നമ്മൾ ഏത് ഫോർമുല ഉപയോഗിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പൊ -1 ഇൻറ്റു എക്സ് റേസ് ടു -2 -1 ബൈ എക്സ് സ്ക്വയർ. ഈ എക്സിന് -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1. ഇനി അടുത്ത് എഫ് ഡബിൾ ഡാഷ് എക്സ് ആണ്. ഈ എഫ് ഓഫ് എഫ് ഡാഷ് എക്സിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ -1 ഇൻറ്റു -2 ഇൻറ്റു എക്സ് റേസ് ടു -3. അപ്പൊ 2 ബൈ എക്സ് ക്യൂബ്. 2 ബൈ എക്സ് ക്യൂബ്. എക്സിന് -1 കൊടുക്കുക. എഫ് ഡബിൾ ഡാഷ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -2. എഫ് ഡബിൾ ഡാഷ് -1 എന്ന് പറഞ്ഞാൽ -2. അപ്പൊ എഫ് ഡബിൾ ഡാഷിന്റെ ആൻസർ കിട്ടി. ഇനി നമ്മൾ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ്. അപ്പൊ -1 -2 ഇൻറ്റു -3 ഇൻറ്റു എക്സ് റേസ് ടു -4. അപ്പൊ -6 ബൈ എക്സ് റേസ് ടു 4 വരും. എഫ് ട്രിപ്പിൾ ഡാഷ് -1 എന്നുള്ളത് -6. അപ്പൊ എഫ് ഡാഷ് -1 കിട്ടി. എഫ് ഓഫ് 1 കിട്ടി. എഫ് ഡബിൾ ഡാഷ് -1 കിട്ടി. എഫ് ട്രിപ്പിൾ ഡാഷ് -1 കിട്ടി. എഫ് ഓഫ് 1 എത്രയാണ് കിട്ടിയത്? -1. എഫ് ഡാഷ് -1 എത്ര കിട്ടിയത്? -1. എഫ് ഡബിൾ ഡാഷ് -1 എത്ര കിട്ടിയത്? -2. എഫ് ട്രിപ്പിൾ ഡാഷ് 1 എത്ര കിട്ടിയത്? -6. ഇത് നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 പ്ലസ് എക്സ് പ്ലസ് 1 ബൈ -1. ഇവിടെ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 1 ആവും. എക്സ് പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ -1 പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു -2 പ്ലസ് എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു -6 പ്ലസ് എക്സെട്ര. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ ടൈം എന്താണ്? -1. ഇവിടെ എന്താണ് കിട്ടുന്നത്? മൈനസ് ഓഫ് എക്സ് പ്ലസ് 1. ഈ ടൈം എന്താണ്? 2 ഫാക്ടോറിയലും 2 കട്ട് ചെയ്ത് കളയുക. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇൻറ്റു 2 ആണ്. 2 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ 3 ഫാക്ടോറിയലും 6 കട്ട് ചെയ്ത് കളയാം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. അപ്പോൾ നമുക്ക് മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ്. ദ ഫൈനൽ ആൻസർ വിൽ ബി -1 മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഹോൾ ക്യൂബ് മൈനസ് എക്സെട്ര. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഈ കഴിഞ്ഞ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്.